ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈവനിങ് സ്നാക്കാണ്, അതായത് പൊരിച്ച പത്തിരി. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം സബ്സ്ക്രൈബ് ആയി കേട്ടോ. നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന അതേ മെത്തേഡ്, അതായത് 1/4 കപ്പ് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കുന്ന അതേ അരിപ്പൊടിയാണ് ഇടുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ പൊടിയിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതായത് ചിലവർക്ക് കൂടുതൽ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും, ചിലവർക്ക് ഇത്ര വെള്ളം വേണ്ട. ആ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് നോക്കി യൂസ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരല്പം നേരം ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഇനി ഇതിനൊരു പേസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ ചെറുകിയയിലേക്ക് ഞാനൊരു 3 ചെറിയുള്ളി നന്നാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അല്പം ജീരകം. ഇനി നമുക്കിതൊരു അല്പം വെള്ളം പോലും ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരേ നന്നായിട്ട് അരച്ച് സ്മൂത്തായ പേസ്റ്റ് ഒന്നും ആക്കണ്ട. ഈ ഒരു പരിവാകുമ്പോൾ ഇത്രയും മതി കേട്ടോ. ഇപ്പൊ ഞാൻ വേറൊരു പാത്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ചൂടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ നമ്മളെ പൊരിച്ച പത്തിരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മാവിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു കോക്കനട്ട് പേസ്റ്റ് ഇല്ലേ, അതും അതിനൊപ്പം കറുത്ത എള്ള് ഒരു 1/2 സ്പൂണും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്നുകൂടി കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പരുത്തിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു അല്പം മൈദപ്പൊടി മുകളിലിട്ടിട്ട് വേണം പരുത്തിയെടുക്കാൻ. മൈദപ്പൊടി തന്നെ യൂസ് ചെയ്യണം, എന്നാലേ നമ്മൾ പൊരിച്ച പത്തിരിക്ക് ആ ഒരു മുകളിലുള്ളൊരു കവറിങ് ഇല്ലേ അത് കിട്ടുള്ളൂ. ഇനി നമുക്കതൊന്ന് പരുത്തിയെടുക്കാം. പരുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സർക്കിൾ പാത്രമോ മറ്റോ യൂസ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. പരുത്തുമ്പോൾ ഒരു തിക്കിൽ വേണം പരുത്തിയെടുക്കാൻ. ഇത് ഈ ഒരു കട്ടിയിലാണ് നമ്മൾ പൊരിച്ച പത്തിരി പരുത്തിയെടുക്കേണ്ടത്. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ, എന്നാലേ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡ് ആവുന്ന അനുസരിച്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അതുപോലെ എല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരും. അപ്പോൾ അതുവരെ ബൈ ബൈ.